കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന നടൻ ബാലയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടുത്ത ചുമയും വയറുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് താരം വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നിലവിൽ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ബാലയുള്ളത്. അതേസമയം ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബാല ഇപ്പോൾ ICUവിലാണെന്നും നില ഗുരുതരമാണെന്നുമാണ് പ്രചരിക്കുന്ന വാർത്ത. എന്നാൽ താരം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരം അറിഞ്ഞയുടൻ തന്നെ നടൻ ഉണ്ണി മുകുന്ദൻ, നിർമ്മാതാവ് ബാദുഷ, സംവിധായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശുപത്രിയിലെത്തി ബാലയെ സന്ദർശിച്ചിരുന്നു. ഉണ്ണി മുകുന്ദനുമായി ദീർഘനേരം ബാല സംസാരിക്കുകയും ചെയ്തു. അതേസമയം തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നതിനെതിരെ നിർമ്മാതാവ് ബാദുഷയും തന്റെ FB പോസ്റ്റിലൂടെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഉണ്ണി മുകുന്ദനും ഞാനും വിഷ്ണു മോഹനും സ്വരാജ് വിപിൻ എന്നിവരും ഇന്ന് അമൃത ഹോസ്പിറ്റലിൽ വന്ന് നടൻ ബാലയെ സന്ദർശിച്ചു. ബാല എല്ലാവരോടും സംസാരിച്ചു. നിലവിൽ മറ്റു കുഴപ്പങ്ങൾ ഒന്നും തന്നെയില്ല. ചെന്നൈയിൽ നിന്നും സഹോദരൻ ശിവ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ ഒഫീഷ്യൽ കുറിപ്പായി പിന്നീട് അറിയിക്കും. ദയവായി മറ്റു തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നാണ് നിർമ്മാതാവ് ബാദുഷ ഫേസ്ബുക്കിൽ കുറിച്ചത്. കരൾ രോഗത്തെ തുടർന്ന് നിരവധി വർഷമായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നടൻ ബാല. കഴിഞ്ഞ ദിവസം തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബാലയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കരൾ രോഗത്തെ തുടർന്ന് ഒരാഴ്ച മുമ്പും ബാല ആശുപത്രിയിലെത്തി ചികിത്സ തേടിയിരുന്നു. എന്നാൽ അന്ന് ഒരു സ്വകാര്യ ചാനലിന്റെ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ താരം ആശുപത്രി വിടുകയായിരുന്നു. ബാല വളരെ ഗുരുതരാവസ്ഥയിൽ അമൃത ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നാണ് പല ഓൺലൈൻ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്ന വാർത്ത. ബാല ഭക്ഷണം പോലും കഴിക്കുന്നില്ലെന്നും ഗുരുതരാവസ്ഥയിലാണെന്നും കാട്ടി ഒരു യൂട്യൂബറാണ് ആദ്യം വീഡിയോ പുറത്തുവിട്ടത്. കരൾ സംബന്ധമായ രോഗത്തെ കൂടാതെ ഹൃദയത്തിലും പ്രശ്നമുണ്ടെന്നും യൂട്യൂബർ പറയുകയുണ്ടായി. ബാല അബോധാവസ്ഥയിലാണുള്ളതെന്നും ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ ബാലയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്ന് വരെ ചില മാധ്യമങ്ങളിൽ വാർത്ത വരികയുണ്ടായി. എന്നാൽ ഇതെല്ലാം തന്നെ തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടി മോളി കണ്ണമാലിയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ പണം നൽകി സഹായിച്ചത് ബാലയായിരുന്നു. ഈ വാർത്ത വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. മുച്ച് എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് ബാല അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് തമിഴിലും മലയാളത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചു. കളഭം, വേനൽമരം തുടങ്ങി നിരവധി സിനിമകളിൽ നായകനായി ബാല എത്തുകയും ചെയ്തിരുന്നു. ബിഗ് ബിയിലെ മുരുകൻ എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സൗണ്ട് ഓഫ് വുഡ്, വീരം, ഹീറോ, പുതിയ മുഖം, ലൂസിഫർ, എന്ന് നിന്റെ മൊയ്തീൻ, പുലിമുരുകൻ, ഷെഫീഖിന്റെ സന്തോഷം എന്നിവ ബാലയുടെ ശ്രദ്ധിക്കപ്പെട്ട ചില വേഷങ്ങൾ മാത്രമാണ്. ഹിറ്റ് ലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം. തമിഴിൽ അൻപാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. അണ്ണാത്തായിലെ മികച്ച വേഷവും ബാലയെ ശ്രദ്ധേയനാക്കി. ഇത്തരത്തിൽ 50ഓളം ചിത്രങ്ങളിൽ ബാല ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്.